ഇതിങ്ങനെ ഊരിയിട്ട് അമ്മച്ചിയും മോളും കൂടെ എന്ത് ചെയ്യും തിരിച്ചിടും. കോവിഡ് സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് എല്ലാരും കൂടെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയേക്കാം അല്ലെ. അങ്ങനെ ഇപ്പൊ ഹിറ്റായി മാറി. ഇപ്പൊ നല്ലപോലെ പുക ശ്വസിക്കണ്ടേ. ഇന്ന് രാവിലെ ഞാൻ ചെയ്തുണ്ടാക്കി. രാവിലെ ചെയ്താണോ? അയ്യോ, ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ചെയ്തതാ കേട്ടോ ഈ കാണുന്നത്. ആണല്ലേ. അപ്പൊ എന്തുവാണ് എന്റെ കയ്യിൽ ഈ കൊട്ടയിടാത്തിരിക്കുന്നല്ലേ നിങ്ങളിൽ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും വിറക് കഷ്ണമായിരിക്കുന്നു. പക്ഷെ ഇത് വിറക് കഷ്ണമല്ല, അതിനേക്കാൾ വേറെ ഒരു സംഭവമാണ്. അമ്മച്ചി നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇതാന്ന് മനസ്സിലായ നമ്മുടെ അമ്മച്ചി 77ാമത്തെ വയസ്സിൽ മോളോട് കൂടി ചേർന്ന് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ സാധാരണ നടത്തുന്ന പോലത്തെ പ്രസ്ഥാനമൊന്നും അല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവം അല്ലേ അമ്മച്ചി? എനിക്ക് ശരിക്കും കാണുമ്പോൾ എന്തുവാ തോന്നുന്നു അറിയാമോ, നമ്മുടെ തടിയുടെ ചീടില്ലേ അതുണെങ്കിൽ നല്ല കട്ടിയായിട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെയാണോ കഴിക്കുന്നത്? അല്ലല്ല, ഇത് നമ്മള് വെള്ളത്തിലിട്ട് കൊതിച്ച ഇടിച്ചെടുക്കണം. ഒരുപാട് പരിപാടികളുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന നമ്മുടെ അമ്മച്ചിയുടെ അടുക്കളയിലാണ് കേട്ടോ. അപ്പൊ മറ്റുള്ള അടുക്കളകൾ പോലല്ല, ഇവിടെ പ്രത്യേകമായിട്ടൊരു സ്റ്റാൻഡ് ഒക്കെ ഇവിടെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ അമ്മച്ചി ഇത് സ്റ്റീലിന്റെ സ്റ്റാൻഡ് മോൻ ഉണ്ടാക്കി തന്നു. ഇരിക്കുന്നുണ്ടോ? തട്ടായിട്ട് 1 2 3 4 5 6 തട്ടിലായിട്ട് ഇതിങ്ങനെ ഊരിയിട്ട് അമ്മച്ചിയും മോളും കൂടെ എന്ത് ചെയ്യും തിരിച്ചിടും അല്ലെ. നല്ല പണിയല്ലേ ചേച്ചി? ഇങ്ങോട്ട് വന്ന ഇത് കണ്ടോ, അടുത്തോട്ട് ഇത് കണ്ട ഈ ഒരു ഇറച്ചി ഇങ്ങനെ എടുത്തിട്ട് ഇത് ഓരോന്നും ഇങ്ങനെ മറിച്ചിടണം അല്ലെ. എത്ര ദിവസം കൂടെ മറിച്ചിട്ടുണ്ടേ? നമ്മള് ഇട്ട് അന്ന് തന്നെ വൈകുന്നേരം തന്നെ ഒന്ന് മറിക്കണം. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് മെഷീനുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് മെഷീൻ ചെയ്യാത്ത? നമ്മള് പഴയ കാലം മുതൽ ഇങ്ങനെ അടുപ്പിലല്ലേ ഇട്ട് ചൂട്ടെടുക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാവുന്നു. അപ്പോഴേ ആ മെഷീൻ എന്ന് പറയുമ്പോഴത്തേ നിങ്ങൾക്ക് ഈ പുകയൊന്നും ശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് സാരിയില്ല. ഇല്ല, ഇപ്പൊ നല്ലപോലെ പുക ശ്വസിക്കണ്ടേ. ആഗ്രഹത്തോടെ. അപ്പൊ നമ്മളിപ്പൊ കണ്ട ആ ഒരു ഇടിയിറച്ചി ഉണങ്ങി വരുമ്പം ഈ ഒരു പരുവത്തിലാവും. ഇതിനെ വീണ്ടും എന്ത് ചെയ്യും, കൈ കൊണ്ട് ചുറ്റിയേക്ക് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു. അമ്മച്ചിയുടെ എന്താ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ അമ്മച്ചി. ഇന്ന് രാവിലെ ഞാൻ ചെയ്തുണ്ടാക്കി. രാവിലെ ചെയ്താണോ? അയ്യോ, ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ചെയ്തതാ കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ നല്ല ഓരോ നാരാക്കും അല്ലെ. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു രൂപത്തിലിരുന്ന ഇറച്ചിയെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്താണ് നിങ്ങളിപ്പോ കണ്ടത്. ഇനി തീർന്നിട്ടില്ല. ഇനി ഇടിയിറച്ചിയുടെ പൂർണ്ണ രൂപം, അതായത് ഇനി നമുക്ക് എങ്ങനെ കഴിക്കാം അല്ലെ. ഇതിപ്പോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലല്ല, വേവിക്കണം. വേവിച്ച് എണ്ണയിൽ വെച്ച് വരട്ടിയെടുക്കണം. അമ്മച്ചി അപ്പൊ നമ്മൾ എന്തൊക്കെ ഇട്ട് ഇതിന്റെ അകത്ത്? എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, പിന്നെ കരിയാപ്പല, പിന്നെ വെളുത്തുള്ളി ചതച്ചത്. ഇപ്പൊ നമ്മൾ ഇടാൻ പോണേ എന്തുവാ? ഇഞ്ചി ഇടുവാണേ. അപ്പൊ മസാല നല്ലപോലെ മൂത്തോണ്ടിരിക്കുവാണ്. അമ്മച്ചി നമ്മൾ അടുത്ത് എന്തോ ഇടുന്നത്? അടുത്ത മുളക് ചതച്ചത്. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നല്ല അടിപൊളി മഴയും നല്ല അടിപൊളി ഇടിയിറച്ചി അല്ലേ അമ്മച്ചി? അപ്പൊ മുളക് ചതച്ചിടുവാണ്. അതേ കണ്ടോണേ, മുളക് ചതച്ചിടുവാണ്. ആയിട്ടോ അമ്മച്ചി? അപ്പൊ നമ്മുടെ അമ്മച്ചിയുടെ ഒരു രഹസ്യ മസാല കൂട്ടുണ്ട് കേട്ടോ. അതെ, അത് ഇടുവാണേ. ഇത് കണ്ടോ? അപ്പൊ നമ്മുടെ മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അമ്മച്ചിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം നമ്മുടെ ഇടിയിറച്ചി ഇടുവാണല്ലേ. ഇതാണ് നമ്മുടെ ഐറ്റം. നോക്കിക്കേ, ഇങ്ങനെ മസാലക്കകത്തെല്ലായിട്ട് വരട്ടിയെടുക്കണേ. എല്ലാ മസാലകളും എല്ലാ കൂട്ടുകളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കണം അല്ലേ? ഇനി ഇത് പൊരിഞ്ഞ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. എത്ര നേരം ഇളക്കണം നമുക്കൊന്ന്? അത് പൊരിയാണ് വരെയും ഒരു 1/4 മണിക്കൂർ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെ. അമ്മച്ചി ഇട്ട ചേരുവകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. സത്യം പറഞ്ഞ അടുത്തേക്ക് മടങ്ങുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇത് എങ്ങനെയൊന്ന് വേഗം ആയിട്ടൊന്ന് കഴിക്കാനുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന സ്ഥലത്താണ്. അപ്പൊ ഈ ഒരു ഏരിയയിലൊക്കെ അമ്മച്ചിയുടെ ഇടിയിറച്ചി ഭയങ്കര ഫേമസ് അല്ലേ അമ്മച്ചി? ഒരുപാട് വർഷങ്ങളായിട്ടുള്ള നാട്ടുകാരൊക്കെ അമ്മച്ചിയുടെ ഇടിയിറച്ചിയാണ് കഴിക്കുന്നത്. നേരത്തെ തൊട്ടേ അമ്മച്ചി അച്ചാറും ഇടിയിറച്ചിയൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. അപ്പൊ കോവിഡ് സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് എല്ലാരും കൂടെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയേക്കാം അല്ലെ. അങ്ങനെ ഇപ്പൊ ഹിറ്റായി മാറി. അമ്മച്ചി എവിടം വരെ ആയി നമ്മുടെ വരുമോ? കുറച്ചുകൂടെ കഴിയണം അല്ലേ? ആയി വരുന്നല്ലേ? റോസ്റ്റ് ആയി വന്നല്ലേ? അടിപൊളി. നോക്കിയേ, നല്ല അടിപൊളിയുടെ ആവി പറക്കുന്ന നല്ല ചൂട് ഇടിയിറച്ചി. സത്യം പറഞ്ഞ അമ്മച്ചി ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇത് കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ തനിമയുടെ ഇടിയിറച്ചിയാണ് കഴിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ നേരെ എടുത്ത് എനിക്ക് തന്നേക്കാൻ പോകട്ടെ. പ്ലേറ്റിലാക്കി തന്നിരിക്കുകയാണ്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ നല്ല ആവി പറക്കുന്ന ഇടിയിറച്ചി അങ്ങനെ നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കി തന്നു. നമ്മുടെ ലൈവായിട്ട് നമ്മൾ കഴിച്ച് കാണിക്കാൻ പോകണം. അമ്മച്ചി കുറച്ചേക്ക് തന്നെ. ഉറപ്പായിട്ടും എന്റെ അമ്മ അടിപൊളി. ഇങ്ങോട്ട് പറ, ഒച്ചത്തി പറ. ഞങ്ങൾ ആലപ്പുഴക്കാരാണ്. ഞങ്ങളപ്പോ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. കൊള്ളാമച്ചി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം കഴിക്കുന്നത്. നമ്മുടെ ഇടിയിറച്ചി പുകയിലൊക്കെ ഇട്ട് ഉണക്കെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ചുവ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഇറച്ചി ഉണക്കാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നേ. ഒരു കുഴപ്പമില്ല. ഇതെങ്ങനെയാ നമ്മൾ വിൽക്കുന്നുണ്ടോ? ഇത് എങ്ങനെയാ ഇത് വില വരുന്നത്? 250 ഗ്രാമിന് 800 രൂപ. 250 ഗ്രാമിന് 800 രൂപ. നമുക്കൊരു കട തന്നെ ഉണ്ടല്ലേ പ്രത്യേക ഇതിന് വേണ്ടി? ഉഴവൂർ ഇത് വിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവർക്കൊരു കടയുണ്ട് കേട്ടോ. അപ്പൊ അവിടെ പോയി തനിമേന്നാണ് കട വരല്ലേ? ഇത് മേടിച്ച് നിങ്ങൾ കഴിച്ചു നോക്കണം, എന്നാലും നിങ്ങൾ മനസ്സിലാകുന്നുള്ളൂ. കാരണം
ആ 800 രൂപയ്ക്കല്ല മുതലല്ല ഇത്, അതിൽ കൂടുതലാണ് പറയാം. അമ്മച്ചിയുടെയും ചേച്ചിയുടെയും കഷ്ടപ്പാടാണ്, ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു സാധനം. ലോകത്ത് എവിടെ വേണേലും നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഈ ഒരു ഇടിയിറച്ചി നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ കൊറിയർ അവൈലബിൾ ആണ്. എങ്ങോട്ടൊക്കെ അയച്ചിട്ടുണ്ട് നമ്മളിത്? നമ്മള് കാനഡ, ഇറ്റലി അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട്. എന്റെ പൊന്നോ, അമ്മച്ചിയുടെ അമേരിക്കയിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ആണല്ലേ? അമ്മച്ചിയുടെ ഇടിയിറച്ചി അങ്ങ് അമേരിക്ക വരെ പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം നമ്മുടെ ഈ ഒരു കുഞ്ഞ് അടുക്കള ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റ്. എന്തുകൊണ്ടാ? അതിന്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇടിയിറച്ചി വേണമെങ്കിൽ, അതും ശുദ്ധമായ ഇടിയിറച്ചി വേണമെങ്കിൽ നമ്മുടെ അമ്മച്ചിയെ കോൺടാക്ട് ചെയ്യുക. നമ്പർ പലതവണ സ്ക്രീനിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും കൊറിയർ ആയിട്ട് നിങ്ങളേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ. വളരെ നന്ദിയുണ്ട് നമുക്ക് എല്ലാം വ്യക്തമായിട്ട് എല്ലാം കാണിച്ചു തന്നതിന് കേട്ടോ. അപ്പൊ ഇനിയും വരാം, നമുക്ക് ഇനിയുള്ള ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ ചാറ്റ കൊടുത്തേ.